ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ജാതിയൊന്ന്, മതമൊന്ന്, കുലമൊന്ന്, ലോകമൊന്ന് എന്ന സന്ദേശം നൽകിയ സാമൂഹിക പരിഷ്കർത്താവ്. വൈകുണ്ഠ സ്വാമികൾ. 2. കേരളൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആര്? സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള. 3. എൻ്റെ ജീവിത സ്മരണകൾ എന്നത് ആരുടെ ആത്മകഥാ ഗ്രന്ഥമാണ്? മന്നത്ത് പത്മനാഭൻ. 4. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത പ്രക്ഷോഭം ആറ്റിങ്ങൽ കലാപം. ശുചീന്ദ്രം കൈമുക്ക് എന്ന ദുരാചാരം നിർത്തലാക്കിയ തിരുവിതാംകൂർ മഹാരാജാവ് ആര്? സ്വാതി തിരുനാൾ. അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ശ്രീനാരായണ ഗുരു. ഈഴവരുടെ രാഷ്ട്രീയ നേതാവ് എന്ന് വിശേഷിക്കപ്പെടുന്ന വ്യക്തി ആര്? ഡോക്ടർ പൽപ്പു. ക്ഷേത്ര പ്രവേശന വിളംബരത്തിൻ്റെ പ്രയോക്താവ് ആര്? ടി കെ മാധവൻ. കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത് ആര്? ആഗമാനന്ദ സ്വാമികൾ. ഈഴവരെയും പുലയരെയും ഒന്നിച്ചിരുത്തി മിശ്രഭോജനം സംഘടിപ്പിച്ചത് ആര്? സഹോദരൻ അയ്യപ്പൻ. താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ടവർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ലാതിരുന്ന കാലത്ത് വില്ലുവണ്ടി യാത്ര നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് അയ്യങ്കാളി. വ്യക്തി സത്യാഗ്രഹത്തിനായി ഗാന്ധിജി തിരഞ്ഞെടുത്ത ആദ്യത്തെ കേരളീയൻ കെ കേളപ്പൻ. കൊടുങ്കാറ്റിൻ്റെ മാറ്റൊലി എന്നത് ആരുടെ രചനയാണ്? എ കെ ഗോപാലൻ. 1913 ചരിത്ര പ്രാധാന്യമുള്ള കായൽ സമ്മേളനത്തിന് നേതൃത്വം വഹിച്ച മഹത് വ്യക്തി ആര്? പണ്ഡിറ്റ് കറുപ്പൻ. ചാന്നാർ കലാപത്തിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? മാറുമറയ്ക്കാനുള്ള അവകാശം. തിരുവിതാംകൂറുകാർക്ക് എന്നത് ഏത് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യമാണ്? മലയാളി മെമ്മോറിയൽ. തിരുവിതാംകൂർ കർഷകരുടെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പ്രഖ്യാപനം ഏത്? പണ്ടാരപ്പാട്ട വിളംബരം. ഗാന്ധിജി വൈക്കം ക്ഷേത്രം സന്ദർശിച്ച വർഷം 1925. തിരുവിതാംകൂറിലെ ദിവാനായിരുന്ന സർ സി പി രാമസ്വാമി അയ്യരുടെ ദുർഭരണത്തിനെതിരെ നടന്ന പ്രക്ഷോഭം ഏത്? പുന്നപ്ര വയലാർ സമരം. മലബാറിൽ കലാപത്തെ അടിസ്ഥാനമാക്കി പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രം. മലബാർ കലാപത്തെ അടിസ്ഥാനമാക്കി പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രം 1921. മലബാറിൽ ദേശീയ സമരത്തിന് നേതൃത്വം നൽകിയ വനിത എ വി കുട്ടിമാളു അമ്മ. നാസികളുടെ മർദ്ദനത്തെ തുടർന്ന് 1934 ജർമ്മനിയിൽ വെച്ച് മരണപ്പെട്ട കേരളീയൻ ഡോക്ടർ ചെമ്പകരാമൻ പിള്ള. ക്ഷേത്ര പ്രവേശന വിളംബരം പുറപ്പെടുവിച്ച ദിവസം 1936 നവംബർ 12. തിരുവിതാംകൂറിലെ ധീരദേശാഭിമാനി ആയിരുന്ന വേലുത്തമ്പി ദളവയുടെ ജനന സ്ഥലം ഏത്? തലക്കുളം. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആര്? സർദാർ കെ എം പണിക്കർ. കുറിച്യർ കലാപം നടന്ന വർഷം 1812. ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ആരാണ്? ഉള്ളൂർ എസ് പരമേശ്വര അയ്യർ. കീഴരിയൂർ ബോംബ് കേസ് ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്വിറ്റ് ഇന്ത്യ സമരം. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721 ഏപ്രിൽ 15. കേരളം ഒരു ഭ്രാന്താലയമെന്ന് സ്വാമി വിവേകാനന്ദൻ വിശേഷിപ്പിക്കാൻ കാരണം? ജാതി സമ്പ്രദായം. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ നേതാവ്? ടി കെ മാധവൻ. മലയാളി മെമ്മോറിയൽ സമർപ്പിച്ച വർഷം 1891 ജനുവരി 1. സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ വക്കം അബ്ദുൽ ഖാദർ മൗലവി. ശ്രീലങ്കൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആര്? ശ്രീനാരായണ ഗുരു. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര്? അയ്യപ്പൻ കുഞ്ഞൻ പിള്ള. ശ്രീനാരായണ ഗുരുവിൻ്റെ സമാധി സ്ഥലം? ശിവഗിരി. തിരുവിതാംകൂറിൽ നടന്ന പുലയ ലഹളകൾക്ക് നേതൃത്വം നൽകിയ സാമൂഹിക പരിഷ്കർത്താവ്? അയ്യങ്കാളി. ചാന്നാർ ലഹളയുമായി ബന്ധപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ്? വൈകുണ്ഠസ്വാമി. മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്ന മഹാൻ? ഐ കെ കുമാരൻ മാസ്റ്റർ.
പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ സ്ഥാപകൻ ആരാണ്? കുമാരഗുരുദേവൻ അല്ലെങ്കിൽ പൊയ്കയിൽ യോഹന്നാൻ. വാല സമുദായ പരിഷ്കരണി സഭയ്ക്ക് നേതൃത്വം നൽകിയത് പണ്ഡിറ്റ് KP കറുപ്പൻ. വിദ്യാധിരാജൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ചട്ടമ്പി സ്വാമികൾ. ആരുടെ നേതൃത്വത്തിലാണ് ഹോം റൂൾ ലീഗിൻ്റെ ഒരു ശാഖ 1916 മലബാറിൽ ആരംഭിച്ചത്? KP കേശവ മേനോൻ. വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് ആരാണ്? മന്നത്ത് പത്മനാഭൻ. കേരള ഗാന്ധി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി K. കേളപ്പൻ. VT ഭട്ടതിരിപ്പാട് പരിഷ്കരണ പ്രവർത്തനം നടത്തിയ കേരളീയ സമുദായം നമ്പൂതിരി സമുദായം. ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ആരാണ്? ഡോക്ടർ പൽപ്പു. നായർ ഭൃത്യ സംഘം രൂപീകരിച്ചത് ആര്? മന്നത്ത് പത്മനാഭൻ. അയ്യങ്കാളിയുടെ ജന്മസ്ഥലം തിരുവനന്തപുരം. ആലുവയിൽ അദ്വൈത ആശ്രമം സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരു. കേരള ലിംഗൻ എന്നറിയപ്പെടുന്ന അരയ സമാജ സ്ഥാപകൻ ആരാണ്? പണ്ഡിറ്റ് KP കറുപ്പൻ. സാധുജന പരിപാലന സംഘത്തിൻ്റെ സ്ഥാപകൻ അയ്യങ്കാളി. ഷൺമുഖദാസൻ എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ചട്ടമ്പി സ്വാമികൾ. ദൈവദശകം എന്ന കൃതിയുടെ കർത്താവ് ശ്രീനാരായണ ഗുരു. സമത്വ സമാജം എന്ന സംഘടന രൂപീകരിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് വൈകുണ്ഠ സ്വാമികൾ.